SQL Server 2017 മലയാളം ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും സ്റ്റോർഡ് പ്രൊസീജിയർ എന്നൊക്കെ. ഈ സ്റ്റോർഡ് പ്രൊസീജിയർ എന്നാൽ it's a group of TSQL statement. അതായത് നിങ്ങൾക്കൊരു കൊറി അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. ഈ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്നുള്ള ഈ കൊറി നിങ്ങൾക്ക് അത് പിന്നെയും ഉപയോഗിക്കേണ്ട കൊറിയാണെങ്കിൽ ഇത്രയും ഉള്ള പിന്നെയും ചെയ്യേണ്ട ഈ കൊറി നമുക്ക് സ്പെസിഫിക്കായി ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കാം സ്റ്റോർഡ് പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട്. സെലക്ട് ഇപ്പോൾ ജോയിൻസ് ഒക്കെ ഉപയോഗിച്ച് രണ്ടോ അതിലധികമോ ടേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യും. അപ്പോൾ സെലക്ട് നെയിം ജെൻഡർ ഫ്രം ടേബിൾ എംപ്ലോയി ഇന്നർ ജോയിൻ വേറെ സെലക്ട് ടേബിൾ സ്റ്റുഡൻറ്റ്, അതുപോലെയുള്ള രണ്ട് ടേബിളുകൾ തമ്മിലുള്ളതൊക്കെ കൊറി എന്നെല്ലാം പറയുമ്പോൾ കുറേ ദീർഘമുള്ളതായിരിക്കും. കുറേ എഴുതേണ്ടി വരുന്ന കൊറികളൊക്കെ നമുക്ക് ചെറുതായി സ്റ്റോർഡ് പ്രൊസീജിയറിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യമായി നമുക്ക് എങ്ങനെ ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യമായി നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോർഡ് പ്രൊസീജിയർ എന്നൊരു ഡാറ്റാബേസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ടേബിൾസ്, ന്യൂ ടേബിൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ ടേബിൾ ഉണ്ടാക്കാവുന്നതാണ്. ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കൊറി വഴി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഇപ്പോൾ ഡിസൈൻ വഴി ക്രിയേറ്റ് ചെയ്യാം. കൊറി വഴി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. കഴിഞ്ഞ പാഠത്തിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാം. സ്റ്റുഡൻറ്റ് ഐ ഡി കോളം നെയിം ഡാറ്റ ടൈപ്പ് അലോ നൾസ്. സ്റ്റുഡൻറ്റ് ഐ ഡി അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ കൊടുക്കാവുന്നതാണ്. ഇൻറ്റ് സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് നെയിം സ്റ്റുഡൻറ്റ് നെയിം ഡാറ്റ ടൈപ്പ് varchar, varchar യൂസ് ചെയ്യാം. റോൾ നമ്പർ class teacher,
ക്ലാസ് ടീച്ചർ റോൾ നമ്പറിന് ഇൻഡ് അല്ലെങ്കിൽ ബിഗിൻ്റെ ഡാറ്റ ടൈപ്പായി സെറ്റ് ചെയ്ത് കൊടുക്കാം. ബിഗിൻഡ് ഇതിന് varchar കൊടുക്കാം. allow nulls എന്ന് വെച്ചാൽ ഒരു വാല്യൂ കൊടുക്കാതെ നമുക്ക് ഇതിനെ സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നോട്ട് നള്ള് allow nulls കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വാല്യൂ ഇതിൽ കൊടുക്കേണ്ടി വരും. സ്റ്റുഡൻ്റ് ഐ ഡിക്ക് എന്തായാലും ഒരു വാല്യൂ കൊടുക്കേണ്ടി വരും. അതുപോലെ സ്റ്റുഡൻ്റ് നെയിമിന് allow nulls ഫാൾസായി കൊടുത്താൽ എന്തായാലും കൊടുക്കേണ്ടി വരും, ഡാറ്റ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കിതിൽ എല്ലായിടത്തും ഇങ്ങനെ കൊടുക്കാം. എന്തായാലും നമുക്ക് ഡാറ്റ കൊടുക്കാം. എല്ലാത്തിനും കൊടുക്കേണ്ടതാണ് ഡാറ്റ സ്റ്റുഡൻ്റ് ഐ ഡി. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്ത് ഇതിൻ്റെ ടേബിളിൻ്റെ നെയിം സ്റ്റുഡൻറ്റ് TBL സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം. TBL ടേബിളിൻ്റെ ചുരുക്കമാണ് TBL. ഓക്കെ, TBL സ്റ്റുഡൻ്റ് അങ്ങനെയുണ്ട്, പുതിയതുണ്ട് പോലും. പഴയ ഒരു ടേബിൾ അതുപോലെ അങ്ങനെയുള്ള ടേബിളുണ്ട് എന്നാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് മാറ്റി TBA സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം. ടേബിളിൻ്റെ TBA ആക്കി കൊടുക്കാം. ഓക്കെ സ്റ്റുഡൻ്റ് ഐ ഡി. ഇനി ഇതിലെങ്ങനെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം എന്നാണ് നോക്കാം. ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ക്വറി ബേസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക്കായിട്ട് ഡയഗ്രമാറ്റിക്കായിട്ട് ചെയ്യാം. ഡിസൈൻലി ഇതിൻ്റെ ഇപ്പോൾ സേവ് ചെയ്ത ഇതിൽ കാണാം. സ്റ്റോർഡ് പ്രൊസീജിയറിൽ ടേബിൾ ഉണ്ടാവും. DBO TB സ്റ്റുഡൻറ്റ്. ഇനി ഇതിൽ നമുക്ക് ഡാറ്റ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡാറ്റ എങ്ങനെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നതിന് ഇതിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എഡിറ്റിൽ ടോപ്പ് 200 റോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സ്റ്റുഡൻ്റ് ഐ ഡി, സ്റ്റുഡൻ്റ് നെയിം, റോൾ നമ്പർ. സ്റ്റുഡൻ്റ് ഐ ഡി 1 കൊടുക്കുക. സ്റ്റുഡൻ്റ് നെയിം അരുൺ വി CV എന്ന് കൊടുക്കുക. അരുൺ C. റോൾ നമ്പർ 5. ക്ലാസ് ടീച്ചർ ബാബു. ഓക്കെ, അത് സേവ് ആയി. അതുപോലെ രണ്ടാമത്തെ സ്റ്റുഡൻ്റ് ഐ ഡിയിൽ 2 എന്ന് കൊടുക്കുക. അതുപോലെ സ്റ്റുഡൻറ്റ് നെയിം നിങ്ങൾക്ക് ആവശ്യമുള്ള കൊടുക്കാവുന്നതാണ്. ജിൻഡോ എന്നൊക്കെ കൊടുക്കാം. റോൾ നമ്പർ 6. അങ്ങനെ ഓക്കെ, ഞാൻ ഇതിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു.
ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഈ ഡാറ്റ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കണം. അതിന് ന്യൂ ക്വറി വഴി ഇതെങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സെലക്ട് കമാൻഡ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. സെലക്ട് ഫ്രം TB സ്റ്റുഡൻറ്റ്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം TB സ്റ്റുഡൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടേബിളെല്ലാം നമുക്ക് കാണാവുന്നതാണ്, ഡാറ്റയൊക്കെ കാണാവുന്നതാണ്. സ്റ്റുഡൻ്റ് ID ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള പലതരം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റുഡൻ്റ് നെയിം, റോൾ നമ്പർ മാത്രമേ വേണ്ടൂ എന്ന് വിചാരിക്കുക. അതും സെലക്ട് സ്റ്റുഡൻ്റ് നെയിം റോൾ നമ്പർ. സ്പേസ് ഇട്ട കാരണം ഇത് നമ്മളൊരു ബ്രാക്കറ്റിൽ ഇടണം. അതാണ് എല്ലാവരും ചിലപ്പോൾ റോൾ നമ്പർ, സ്റ്റുഡൻറ്റ് നെയിം, റോൾ നമ്പർ ഫ്രം TB സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് നെയിമും റോൾ നമ്പറും, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നെയിമും ക്ലാസ് ടീച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ സ്റ്റുഡൻറ്റ് നെയിമും ക്ലാസ് ടീച്ചറും മാത്രം വന്നിരിക്കുന്നു. ഇനി ഇത് നമുക്ക് ഈ ഡാറ്റ നമുക്കൊരു സ്റ്റോർഡ് പ്രൊസീജിയറായി ക്രിയേറ്റ് ചെയ്യണം. ഇതിനെ നമുക്കിങ്ങനെ എപ്പോഴും എഴുതേണ്ട ആവശ്യം വരുന്നു. എപ്പോഴും ഒരു കൊറി എഴുതേണ്ടി വരുന്നു. സ്റ്റുഡൻറ്റ് നെയിമും അതുപോലെ ക്ലാസ് ടീച്ചറും ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ എഴുതേണ്ടി വരുന്നതിന് പകരം നമുക്ക് സ്റ്റോർഡ് പ്രൊസീജിയർ ഉപയോഗിക്കാം. സ്റ്റോർഡ് പ്രൊസീജിയർ ഉപയോഗിക്കുമ്പോൾ എല്ലാം ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും, അതുപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും, അതുപോലെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ക്രിയേറ്റ് എന്ന കീവേഡ്. അതുതന്നെ ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് procedure SP എന്നത് സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ പ്രിഫിക്സ് ആണ്. അതായത് ഫസ്റ്റ് നെയിം. നമ്മൾ ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും SP എന്നിടാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ അത് സ്റ്റോർഡ് പ്രൊസീജിയർ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. SP get student name. Okay, sorry. Student name and roll number, name and class teacher, class
class teacher, student name and class teacher. Create ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് പ്രൊസീജിയർ SP get സ്റ്റുഡൻറ്റ്, SP get അതിൻ്റെ പേരിടുക. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്റ്റോർഡ് പ്രൊസീജിയർ, അത് ഏത് ടേബിളാണോ SP get TB സ്റ്റുഡൻറ്റ്, അതിൽ നെയിമും ക്ലാസ് ടീച്ചറും മാത്രം വരാൻ വേണ്ടി നിങ്ങൾ SP get TB സ്റ്റുഡൻറ്റ് ടീച്ചർ എന്ന പേര് കൊടുക്കുന്നു. ഇനി അതിൽ ആസ് എന്നും begin എന്നും കൊടുക്കുക. ഇനി എൻഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു ക്രിയേറ്റ് പ്രൊസീജിയർ SP ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുക. കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഇൻകറക്റ്റ് സിൻടാക്സ് എന്നൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഇത് തന്നെയാണ് എൻ്റെ സിൻടാക്സ്. ക്രിയേറ്റ് പ്രൊസീജിയർ SP get ക്രിയേറ്റ് പ്രൊസീജിയർ. നിങ്ങൾക്കിത് ഒരു സ്ഥലത്ത് സേവ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ നിങ്ങളുടെ ഡാറ്റാബേസിൽ പ്രോഗ്രാമബിലിറ്റി എന്ന ടേബിളിൽ സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന സബ് മെനുവിൽ SP get സ്റ്റുഡൻറ്റ് നെയിം ക്ലാസ് ടീച്ചർ എന്ന് സേവ് ആയിരിക്കുന്നു. ഇനി നിങ്ങളിനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എക്സിക്യൂട്ട് അതിൻ്റെ നെയിം കൊടുക്കുക. കോപ്പി സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ നെയിമും ചേർന്ന് കൊടുത്താൽ നിങ്ങൾ നേരത്തെ അടിച്ച ഈ ക്വറി വരുന്നതാണ്. എക്സിക്യൂട്ട് സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് ക്ലാസ് ടീച്ചർ. അതുപോലെ എക്സിക്യൂട്ട് അല്ലെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് അല്ലെങ്കിൽ നമുക്കതിനെ EXEC എന്നും ഉപയോഗിച്ച് ഈ സ്റ്റോർഡ് പ്രൊസീജിയർ കൊടുത്താൽ അതിൻ്റെ ഡാറ്റ കിട്ടുന്നതാണ്. EXE, അതായത് 3 തരത്തിൽ നമുക്ക് ഡാറ്റ നമുക്ക് സ്റ്റോർഡ് പ്രൊസീജിയർ വഴി കിട്ടും.
ഇതാ ഇവിടെ രണ്ടാമത്തെ തരത്തിൽ. ഇനി നിങ്ങൾക്ക് ഈ എക്സിക്യൂട്ട് EXE എന്നൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിംപ്ലി ടൈപ്പ് ചെയ്യുക സ്റ്റോർഡ് പ്രൊസീജിയർ എന്താണോ SP ഗെറ്റ്. നമ്മളിവിടെ സേവ് ചെയ്തിട്ടല്ലേ, അല്ല കോപ്പി ചെയ്തിട്ടല്ലേ, ഇനി പേസ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, കോപ്പി പേസ്റ്റ്. ഇത് മാത്രം അതിൻ്റെ സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ നെയിമായ, നിങ്ങളിപ്പോൾ തയ്യാറാക്കിയ സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ നെയിമായ SP get TB സ്റ്റുഡൻറ്റ് നെയിം ക്ലാസ് ടീച്ചർ എന്നത് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ അതേ റിസൾട്ട് വരുന്നതാണ്. ഇപ്പോ ഈ മൂന്ന് തരത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. എക്സിക്യൂട്ട് അല്ലെങ്കിൽ EXE അല്ലെങ്കിൽ SP അല്ലെങ്കിൽ എക്സിക്യൂട്ട് സ്റ്റോർഡ് പ്രൊസീജിയർ നെയിം അല്ലെങ്കിൽ എക്സിക്യൂട്ട് സ്റ്റോർഡ് പ്രൊസീജിയർ നെയിം അല്ലെങ്കിൽ സ്റ്റോർഡ് പ്രൊസീജിയർ നെയിം മാത്രം കൊടുത്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് പ്രൊസീജിയർ എന്നാണ് കൊടുക്കുക. അതിന് പകരം നമുക്ക് ഷോർട്ടാക്കി ക്രിയേറ്റ് proc എന്നും കൊടുക്കാം. proc SP get employee get TB സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഡാറ്റ സ്റ്റുഡൻറ്റ്. ഓക്കെ, as begin select star from TB സ്റ്റുഡൻറ്റ് എൻ്റെ കൊടുക്കുക. ഇപ്പോൾ ഇത് ടേബിൾ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യും. കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുക. SP get സ്റ്റുഡൻറ്റ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ പേസ്റ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ അതിൻ്റെ ഫുൾ റിസൾട്ടും വരുന്നതാണ്. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന സെലക്ട് സ്റ്റാർ ഫ്രം TB സ്റ്റുഡൻറ്റ് എന്നാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റുഡൻറ്റ് നെയിം ക്ലാസ് ടീച്ചർ ഫ്രം TB സ്റ്റുഡൻറ്റ് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത പാഠഭാഗത്തിൽ സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് സിമ്പിളാണ് സ്റ്റോർഡ് പ്രൊസീജിയർ. ഓക്കെ, ബൈ.